ഹലോ ഡിയേഴ്സ്, നമ്മുടെ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ടോപ്പ് ലെവൽ മാനേജേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുക? ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ വെൽഫെയർ ആൻഡ് സർവൈവൽ ഓഫ് ദ ഓർഗനൈസേഷൻ. അല്ലേ, ആ ഓർഗനൈസേഷന്റെ വെൽഫെയറിനും സർവൈവലിനും റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നത് ആരാണ്? അതിന്റെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. അല്ലേ, പിന്നെന്താണ്? ഓർഗനൈസ് ദ ബിസിനസ് ഇൻ ടു വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് അപ്പോയിന്റ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. അല്ലേ, അവരായിരിക്കും നമ്മുടെ ഓർഗനൈസേഷനെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതും ആ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഹെഡുകളെ അപ്പോയിന്റ് ചെയ്യുന്നതും ആരായിരിക്കും? നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. പിന്നെ എന്താണ്? ഫോർമുലേറ്റ് ഓവറോൾ ഓർഗനൈസേഷണൽ ഗോൾ ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ദെയർ അച്ചീവ്മെന്റ് ആണ്. അല്ലേ, പിന്നെ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്സുമാണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ കോമൺ ആയിട്ടുള്ള ഓവറോൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. അങ്ങനെ സെറ്റ് ചെയ്യാൻ മാത്രമല്ല, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നതും നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. അവരായിരിക്കും നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റികൾക്കും റെസ്പോൺസിബിൾ ആയിട്ട് ഉണ്ടാവുക. അത് മാത്രമല്ലാണ്ട് എന്താണ് ചെയ്യുക? ദേ പ്രൊവൈഡ് ഡയറക്ഷൻ ആൻഡ് ലീഡർഷിപ്പ് ടു ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ ആണ്. അല്ലേ, അതായത് ആ ഒരു ഓർഗനൈസേഷന് വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പും ഗൈഡൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും.